മറ്റവനൊക്കെ വിളിച്ചറിയുമ്പോൾ വലിയൊരു സംഗതി. നാട്ടിലെ പൊതുപ്രസക്തനായ ഒരാൾ വിളിച്ചറിയുമ്പോൾ പേടി. സാവപ്പെട്ടൊരു സാധ്യം എല്ലാം വന്നിട്ട് എന്റെ വല്ലാത്ത അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടാലും എന്നും ഇവിടെ നിന്നെ കൊടുത്ത് മാനം വിവരമില്ല, ബഹുമാനമില്ല. ആർക്കാണ് കൊടുക്കേണ്ടത്? കഷ്ടപ്പെടുന്നവർ, പാവപ്പെട്ടവർ, ദരിദ്രന്, പ്രയാസമുള്ളവർ. പക്ഷേ കിട്ടുന്നതും കൊടുക്കുന്നതും നമ്മൾ ആർക്കാ? തന്നെ പോലെ ധനികന്, തന്നെ പോലെ പ്രമാണിക്ക്, തന്നെ പോലെ ഇഷ്ടമുള്ളവന്. ഓന് കൊടുത്താലേ കിട്ടുള്ളൂ. ഓമെന്ന് പിരിക്കുമ്പോൾ കൊടുത്താലേ കിട്ടുള്ളൂ. ഓമെന്ന് കൊടുക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ അത് ചെയ്യും. ഒരു പോലീസിൽ ബലുണ്ട്, രാഷ്ട്രീയത്തിൽ ബലുണ്ട്. അങ്ങനെ പഞ്ചായത്തിലോ ഭരണതലത്തിലോ ബലുണ്ടെങ്കിൽ ആ ഫണ്ട് കിട്ടൂല, ഈ ഫണ്ട് കിട്ടൂല. അതാ റസൂല് പറഞ്ഞത്, അവന്റെ കെടുതിയും ശല്യവും പേടിച്ചിട്ട് മാത്രം മനുഷ്യന് മാനം നൽകപ്പെടുന്ന കാലം വന്നാൽ അങ്ങനെ റസൂലുള്ള എണ്ണി 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 പറയുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച 10-15 കാര്യങ്ങൾ, 10-18 കാര്യങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ 10-18 കാര്യങ്ങൾ റസൂലുള്ള എണ്ണുന്നതും സാമൂഹിക രംഗത്ത്, ധാർമ്മിക രംഗത്ത് പരസ്യമായി കുടി നടക്കുക, പരസ്യമായി കുടി നടക്കുക. ഉത്തഹദത്തിൽ ഉപകരണങ്ങൾ ഇമാം അൽഖമി പറയുന്നത് വൽ മആദിഫു, പാട്ടും കൂത്തും ദഫും മുട്ടും ഹലാല. നമ്മളെ മസാല ഹലാല. ആ ഹലാലിനൊന്നും അല്ലത്, ആസ്വദിക്കാനാ രസത്തിന്. ദഫും മുട്ടും കാലല്ല അൽഖമി മആദിഫു എന്ന് പറഞ്ഞാൽ ദഫുകളാ. വിനോദത്തിന് വേണ്ടി ഹലാലായതാണെങ്കിൽ പോലും നമ്മൾ രസത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കലക്ക് വേണ്ടി എന്ന് പറയുമ്പോ ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് വരുന്ന കെടുതികളുടെ കൂട്ടത്തിലാണ് റസൂലുള്ള എണ്ണുന്നത്. ഒത്തുഹദത്തിൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ, സംഗീതമുള്ള പെണ്ണുങ്ങൾ, നർത്തകിമാർ. വലിയ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ എന്താ കഥ? എന്തിനാത് പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നൊക്കെ പറയുന്നത്? അതിൻ്റെ അടുത്ത് വലിയൊരു ഹോട്ടലുണ്ട്. ഇനി ടൂറിസം വികസനം, ടൂറിസം മറ്റേത്. എന്താ ടൂറിസം എന്ന് പറഞ്ഞാല്? പെണ്ണ് പോയിട്ട് ടൂറിസം ഉണ്ടോ? നർത്തകയില്ലാത്ത ടൂറിസം ഉണ്ടോ? പെണ്ണും മണ്ണും മദ്യവുമില്ലാത്ത ടൂറിസം ഉണ്ടോ? ഇല്ല. നമുക്കിത് വികസിപ്പിക്കണം, ഇത് വളർത്തിയെടുക്കണം. അതാ രാജ്യത്തിന്റെ പ്രധാന വരുമാന സാധ്യത. കേരളത്തിൽ ഒരു സാധ്യതയേ ഉള്ളൂ, ടൂറിസം. വികസിപ്പിച്ചില്ലേ കേരളത്തിൽ സാധ്യതല്ല. നമ്മൾ വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, കേരളം രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്ന ഭരണകർത്താക്കളുടെ ഒരു മുദ്രാവാക്യം ടൂറിസം വികസിപ്പിക്കുക തന്നെ. ഞാൻ ടൂറിസത്തെ മാത്രം ആക്ഷേപിക്കുകയല്ല, കേവലം ടൂറിസം അല്ല ഈ പറയുന്നത്. ഇതൊക്കെ പഞ്ചനക്ഷത്ര ശീലങ്ങളാണ്. ഈ ശീലങ്ങളിൽ ഏതാ ഉള്ള പറയുന്നത്? ഇതൊക്കെ പുറത്തു നടക്കുന്ന ധാർമ്മികമായ രംഗത്തെ വ്യതിയാനങ്ങൾ, ധാർമ്മികാധപതനങ്ങൾ, സാമ്പത്തികമായ ദൂഷ്യങ്ങൾ, സാമൂഹികമായ ദൂഷ്യങ്ങൾ, കുടുംബപരമായ ദൂഷ്യങ്ങൾ. ഇനി ആരാധനാ സ്ഥലങ്ങളിൽ സമാധാനത്തിനെത്താമെന്ന് വെച്ചാലോ പള്ളികളിലൊക്കെ വലിയ ഒച്ച, വലിയ ശബ്ദം, ലൗഡ് സ്പീക്കർ എന്നല്ലേ ഒച്ചത്തിൽ ശബ്ദിക്കുന്നതാ. ആകെ ബാങ്കിനും കൊണ്ടയച്ചത്, കുത്തുമക്കും കൊണ്ടയച്ചത്. അതൊന്ന് ഇനി അല്ലാത്തതാണെങ്കിലോ സംസാരം, വർത്താനം, വിവരം ഒക്കെ ഈ ഒരു വലിയ അപകടം വരുന്നുണ്ട്. ഇപ്പോ അൽ ഖലീജ്, ദുബൈയിലെ അൽ ഖലീജ് പത്രത്തിൽ അവിടുത്തെ ഔഖാഫിലെ മന്ത്രിയുടെ ഒരു അഭിമുഖം എന്താണെന്നറിയോ? ബാങ്ക് ഇലക്ട്രോണിക് മാധ്യമം വഴി ഒരു നഗരത്തിൽ ഒരു ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് ആ നഗരത്തിലെ എല്ലാ പള്ളികളിലും കേൾപ്പിക്കാം. ഒരു 10 ബാങ്ക് നഗരത്തിൽ നിന്ന് വേണ്ട. ഇത് കോഴിക്കോട്ടങ്ങാടിലൊന്ന് പോയിട്ട് ഒരു ലോഡ്ജിൽ കിടന്നിട്ട് സുബൈക്കൊന്ന് നീച്ചോക്കണോ? അല്ലാഹു അക്ബർ നൽകാൻ തുടങ്ങുന്നത് 1 മിനിറ്റാണ് തുടങ്ങിയാൽ അരമണിക്കൂർ ബാങ്ക്. അരമണിക്കൂർ കൊണ്ട് തീരുമോ? കേട്ടുനോക്കിയിട്ട് നിങ്ങൾ സുബൈക്ക് നീച്ചോക്കണോ? അപ്പോഴേ അറിയുള്ളൂ, അപ്പോഴല്ലേ ഒച്ച കേൾക്കുക. ആ സുബൈക്കത്തെ ഒച്ചയിൽ 1 മണിക്കൂർ ബാങ്കായപ്പോ അറബ് രാഷ്ട്രങ്ങളിൽ ഇത് വലിയ ശല്യം. അറബ് രാഷ്ട്രങ്ങളിൽ തൊട്ട് പള്ളിയല്ലേ. ആ നഗരങ്ങളിൽ ദുബായിലോ അബുദാബിയിലൊക്കെ വലിയ ശല്യവും. അവിടുത്തെ ബാങ്കിന്റെ സമയങ്ങളിൽ വ്യത്യാസം വരുമ്പോ ഒരുപാട് സ്ഥലത്തെ ബാങ്ക് പല സമയങ്ങളിൽ ഒരു നേരത്തെ നിസ്കാരത്തിന് കൊടുക്കുമ്പോൾ ശല്യം തീർക്കാൻ അവിടെയുള്ള ഔഖാഫ് മന്ത്രാലയങ്ങളിൽ ആലോചന. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുക, എന്നിട്ട് ആ പള്ളിയിലെ ബാങ്ക് കേന്ദ്ര ലെവലിൽ ബാങ്ക് കൊടുത്തിട്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ മറ്റു പള്ളികളിലേക്ക് കാഹളം വെച്ചിട്ട് അവിടെ ഒക്കെ ഇത് കേൾപ്പിക്കുക. നമ്മൾ ഒറ്റ ബാങ്ക്. ഇതൊരു വലിയ ആലോചന ചില അറബ് രാജ്യങ്ങളെ നടപ്പാക്കി കഴിഞ്ഞു. ദുബൈയിലെ ഔഖാഫിന്റെ മന്ത്രി അൽ ഹദ്ദാദ്, ഡോക്ടർ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഹദ്ദാദ്, അയാൾ അൽ ഖലീജ് പത്രത്തിൽ നൽകിയ അഭിമുഖം. ആ അഭിമുഖത്തിൽ ഇയാൾ പറയുന്നത് ഈ ബാങ്ക് സാധുവല്ല, ആ ബാങ്ക് സാധുവല്ല. ഇലക്ട്രോണിക് മാധ്യമത്തിന്റെ ശബ്ദം യഥാർത്ഥ ശബ്ദമല്ല. ബാങ്കുകാരന് പറഞ്ഞ കൂലി ഈ ബാങ്കിനില്ല. പള്ളിയിൽ ബാങ്ക് കൊടുത്തത് അതുകൊണ്ട് നടക്കൂല. ഇസ്ലാമിന്റെ ശരിയായ ദഅവത്തും ഇസ്ലാമിന്റെ ശരിയായ അദാനും അല്ല ഇത്. ഒരുപാട് നേട്ടങ്ങൾ ഇതില്ല. ഇയാൾ അഭിമുഖത്തിലെ പത്രിക. ഇത് നമ്മളെ കൂട്ടക്കാർ ഏത്
ഉച്ചഭാഷിണിയിൽ ലോകൊട്ടാകതൊക്കെ ഉണ്ടാക്കിയ കൂട്ടക്കാര് ഉദ്ധരിക്കും. അവിടേക്ക് വരുങ്ങൾ വിടൂല, അള്ള വിടൂല. ഓർത്ത ഭാഗത്തില്ല സുവാത്തുൽ മസാജിദ്, അള്ള വെറുതിരിക്കല്ല. ഞങ്ങളൊരു കൂട്ടം പൊണ്ണന്മാര് അല്ലാഹു തആലാനെ ഭക്തിയോടുകൂടെ പേടിച്ചടായ നിസ്വാർത്ഥരായ ഉഹർവിയായ ഉലമാക്കളെ പേടിച്ചിട്ട് അവർ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന സത്യമല്ലാതെ പറയുകയില്ല. അവരുടെ തെളിഞ്ഞ മനസ്സിൽ അല്ലാഹു തആല ഹക്കല്ലാതെ ഇൽഹാമ് ചെയ്യുകയില്ല. അവർക്ക് തൗഫീഖായി അല്ലാഹു തആല മനസ്സിന്റെ അകത്ത് നൽകുന്ന അഭിപ്രായങ്ങൾ മുടുക്ക് ദീനിന് നേട്ടമല്ലാതെ വരുത്തുകയില്ല എന്ന അചഞ്ചലമായ ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉഹ്റവിയായ അലിമീങ്ങളുടെ അതേ ഉപദേശം കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ ലോകം തിരിയാത്തവർ, ഈ ലോകത്തിന്റെ പൊടി തിരിയാത്തവർ, സ്പന്ദനം മനസ്സിലാക്കാത്തവർ എന്ന് പരിഹസിച്ചവരൊക്കെ ഓർത്തോ വരും. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ ബാങ്ക്, കോഴിക്കോട് നഗരത്തിലെ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ വണ്ടൂരിലും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അത് തന്നെ കേൾപ്പിക്കാം. എന്ത് അർത്ഥത്തിൽ വേണ്ടാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ കൂട്ടത്തിൽ പറയാ, ഇത്തരം ഉപകരണങ്ങൾ പള്ളിയിലെ ഇബാദത്തുകൾക്ക് വരെ വന്നിട്ട് വർത്തമാനത്തിൽ മസാജിദ്, പള്ളികളിലൊക്കെ അപശബ്ദങ്ങളും വേണ്ടാത്ത ശബ്ദങ്ങളും ഉയർന്നു പൊങ്ങുന്ന കാലം വന്നാൽ ഇങ്ങനെയുള്ള 10, 15, 10, 18 കാര്യങ്ങൾ എണ്ണീട്ട് അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിന്റെ മൊഴി. ഈ രംഗം ലോകത്താകെ സാമ്പത്തിക രംഗം, ധാർമ്മിക രംഗം, കുടുംബ രംഗം, പള്ളിയിൽ ആരാധനാലയങ്ങളിലെ രംഗം എല്ലാം വ്യതിയാനം വന്ന് നാശം വന്ന് എല്ലായിടത്തും മാറ്റങ്ങൾ വന്ന് ലക്ഷ്യങ്ങൾ അധപ്പതിച്ചു പോയിട്ടുള്ള ശോചനീയാവസ്ഥ ദൃശ്യമായാൽ പത്തതിപൂവെന്തതാലിക്ക അപ്പൊ നോക്കിക്കോളൂ. അതാണ് റസൂൽ പറയാ, പത്തതിപൂവെന്തതാലിക്ക അപ്പൊ നോക്കിക്കോ. ചുവന്ന കാറ്റ് വരും, ചുവന്ന കാറ്റ്. കാറ്റിന് വർണ്ണം റസൂലുള്ളാഹി, അല്ലാതെ റസൂലാ പറയുന്നത് കാറ്റിന് വർണ്ണം ചുവന്ന കാറ്റ്. അപായത്തിന്റെ ചിഹ്നമാണ് ചുവപ്പ്, അപായത്തിന്റെ ചിഹ്നം. റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ ഒരു ചുവന്ന കൊടി നാട്ടിയാൽ ഇതിലെ പോകാൻ പാടില്ല. വൈക്കോല് കൊണ്ടാണ് റോഡിലൂടെ പോകുന്ന വൈക്കോല് കൊണ്ടാണ് ലോറി. ആ വൈക്കോലിന്റെ മൂട്ടിൽ വെളിച്ചം വെച്ച അപായം പേടിച്ചണം. ഇവിടെ വൈക്കോലുണ്ട്, തട്ടണ്ട. അപായത്തിന്റെ ചിഹ്നമായ റെഡ്, അല്ലാണ്ട് റസൂൽ പറയാം റെഡ് കാറ്റ്, ചുവന്ന കാറ്റ്. കണ്ടോ അപായത്തിന്റെ കാറ്റ്, പേടിച്ചോ? കാറ്റോ? അതെ കാറ്റ്, കൊടുങ്കാറ്റ്, ഭീകരതാണ്ഡവമാടുന്ന കാറ്റ്, ഭൂമി കുലുക്കുന്ന കാറ്റ്, രോഗം പരത്തുന്ന കാറ്റ്, വിഷവായു ഉണ്ടാക്കുന്ന കാറ്റ്, നിത്യരോഗികൾ സൃഷ്ടിക്കുന്ന കാറ്റ്, അന്ധത പരത്തുന്ന കാറ്റ്, വേണ്ടാത്ത രോഗങ്ങൾ സൃഷ്ടിക്കുന്ന കാറ്റ്. അള്ളാന്റെ റസൂലിന്റെ പ്രയോഗം മുഹദ്ദിസീങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അന്തരീക്ഷം മലിനപ്പെടുത്തുന്ന അപായത്തിന്റെ കാറ്റ് കാത്തോ. ഭൂമി കുലുങ്ങും, സമുദ്രം കുലുങ്ങും, കരയിലെ ഭൂമി കുലുങ്ങും, നാട് കുലുങ്ങും, കെട്ടിടം പൊളിയും, പള്ളി പൊളിയും, നക്ഷത്രങ്ങൾ പോകും, നക്ഷത്ര ബംഗാവ് പോകും, ശാസ്ത്രീയ നേട്ടങ്ങൾ പോകും, എല്ലാം പോകും. വരെങ്കിലും ചിലർക്ക് മനുഷ്യന്മാരാണ്ടുപോകും, ചിലർക്ക് മനുഷ്യന്മാരാണ്ടുപോകും. ചിലർക്ക് മനുഷ്യൻ പുറത്താകും, കുരങ്ങാകും, നായാകും, കാളയാകും. അള്ളാന്റെ റസൂലിന്റെ വാക്ക, ആരെങ്കിലും പറയുന്ന വാക്കല്ല. പ്രപഞ്ചത്തിലുണ്ടാകുന്ന അത്ഭുതങ്ങൾ, അല്ലാഹു തആല വരുത്തുന്ന അത്ഭുതങ്ങൾ, അല്ലാഹു ഉണ്ടാക്കുന്ന അടയാളങ്ങൾ ചിന്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. ആകെ മറിക്കും, കോലം മറിക്കും, മനുഷ്യൻ മറിയും, പോത്താകും, പാമ്പാകും, കരടിയാകും. മുതലാളിയെ ഭൂമിക്കടിയിലേക്ക് ഇറക്കിയിട്ട് അല്ലാഹു തആല അങ്ങോട്ട് താഴ്ത്തിയതുപോലെ താഴ്ത്തും. ഇന്ന പോക്കരാജന്റെ മക്കളിതാ ഭൂമിക്കടിയിലേക്ക് ആണ്ടോലോ, ഉറങ്ങിക്കിടക്കുന്ന വീട്ടിലെ മക്കളും കുടുംബങ്ങളും ഒന്നിച്ച് ഭൂമിക്കടിയിലേക്ക് ആണ്ടോലോ എന്ന് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക, വഹീന്റെ വാക്ക, അല്ലാഹുവിന്റെ അറിയിപ്പാ. ശ്രദ്ധിച്ചോ. തുടർന്ന് വരുന്ന, അനുസ്യൂതം വരുന്ന, നിലക്കാതെ പ്രവഹിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. നൂലറ്റ മാലയിൽ നിന്ന് കണ്ണികൾ ഉതിർന്നു വീഴുന്നത് പോലെ നൂലറ്റപ്പോൾ മാലയിലെ മണികൾ ഒന്നായി വരുന്ന ദൃഷ്ടാന്തങ്ങൾ, ദൈവിക കോപത്തെ അറിയിക്കുന്ന വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, സംഹാര താണ്ഡവങ്ങൾ, ദുരന്തങ്ങൾ, സുനാമികൾ കാത്തുകൊള്ളുക. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദുരന്തങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുത്തളിയുടെ ശരിയായ വാചകം, വഹീന്റെ വാചകത്തിലെ അടയാളങ്ങൾ നമ്മിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ മാനത്തും ഭൂമിയിലും അല്ലാഹു തആലാന്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടു. ഇന്നല്ലാഹ ലം യകുൻ വയ്യറൻ ലിഖൗമിൻ നിഅമത്. ഒരു വാചകം, അർത്ഥവത്തായ ഒരു വാചകം.
ഈ സമുദായത്തിലെ അവസാനം വരുന്ന കൂട്ടക്കാർ ഈ സമുദായത്തിലെ മുമ്പിൽ കടന്നുപോയ മഹാന്മാരെയും കഴിഞ്ഞുപോയ ആളുകളെയും ശപിക്കുകയും വെറുക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോ ഓന് പൊണ്ണന്മാരും ഒന്നും ചെയ്യാത്തവര് ഓൽക്കൊന്നും മനസ്സിലാകാത്തവര് എന്ന് പറയും.